ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് PSCയിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്റ്റിനെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വനിതാ ബിൽ 2023. ഇതിനെപ്പറ്റി 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 4 ഇമ്പോർട്ടൻ്റ് ഡേറ്റുകളും. അപ്പം ഇതായിരിക്കണം ഏറ്റവും കൂടുതൽ PSC പരീക്ഷകളിൽ വനിതാ ബില്ലിനെ പറ്റി ചോദിച്ചു വരുന്നത്. നമുക്ക് നോക്കാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് വനിതാ ബിൽ 2023. ഓർക്കുക, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല്. രണ്ടാമത്തെ പോയിന്റ്, ഇത് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ്. എന്താണ് പേര്? അർജുൻ റാം മേഘ്വാൾ. അദ്ദേഹം കേന്ദ്ര നിയമമന്ത്രിയാണ്. ഒന്നാമത്തെ പോയിന്റ്, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല്. രണ്ടാമത്തെ പോയിന്റ്, ഇത് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ, കേന്ദ്ര നിയമമന്ത്രി ആണ്. മൂന്നാമത്തെ പോയിന്റ്, നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് എന്ന പേരിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. എങ്ങനെയാണ്? നാരി ശക്തി വന്ദൻ അധിനിയം. ഇനി 4, ഭരണഘടനയുടെ 128ാം ഭേദഗതി ബില്ല്. നമ്മളിങ്ങനെ ഓരോ ഭേദഗതി ഉള്ളതുകൊണ്ട് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? 128ാം ഭേദഗതി ബില്ല്. അഞ്ചാമത്തെ പോയിന്റ്, ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും സ്ത്രീകൾക്ക് 33% സംവരണം. എത്ര ശതമാനം സംവരണമാണ്? 33% സംവരണം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും. ഇനി ആറാമത്തെ പോയിന്റ് ആണ്, ലോക്സഭയിൽ 181 സീറ്റുകളാണ് സ്ത്രീകൾക്ക് മാറ്റിവെക്കുക. എത്ര സീറ്റുകളാണ്? 181. 51 181. ഏഴാമത്തെ പോയിന്റ് ആണ്, 106ാം ഭരണഘടനാ ഭേദഗതി നിയമം എന്ന് അറിയപ്പെടും. ഈ ബില്ലിന് വേറൊരു പേരുണ്ട്. എന്താണ്? 106ാം ഭരണഘടനാ ഭേദഗതി നിയമം. 106ാം ഭരണഘടനാ ഭേദഗതി നിയമം. 8, 2029 നിയമം നിലവിൽ വരികയുള്ളൂ. എങ്ങനെയാണ്? 2029 ഈ നിയമം നിലവിൽ വരികയുള്ളൂ. അപ്പൊ 8 പോയിന്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 1, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല്. 2, ഇത് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ, കേന്ദ്ര നിയമമന്ത്രി. 3, നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. 4, ഭരണഘടനയുടെ 128ാം ഭേദഗതി ബില്ല്. 5, ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും സ്ത്രീകൾക്ക് 33% സംവരണം. 6, ലോക്സഭയിൽ 181 സീറ്റുകളാണ് സ്ത്രീകൾക്ക് മാറ്റിവെക്കുക. 7, 106ാം ഭരണഘടനാ ഭേദഗതി നിയമം എന്ന് അറിയപ്പെടും. ലാസ്റ്റ് പോയിന്റ്, 2029 ഈ നിയമം നിലവിൽ വരികയുള്ളൂ. ഇത്രയുമാണ് വനിതാ ബിൽ 2023 പറ്റി പ്രധാനമായിട്ട് പഠിക്കാനുള്ള 8 ഫാക്ട്സ് ആണ് ഈ പറഞ്ഞത്. ഞാൻ എന്നും വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. കാരണം നമുക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും അതാണ് എളുപ്പം. ഒരു വീഡിയോ കഴിയുമ്പം അതിലകത്തെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അടുത്തത് പ്രധാനപ്പെട്ട തീയതികളാണ് പറയുന്നത്. ഈ വനിതാ നിയമത്തെ സംബന്ധിച്ച് 4 പ്രധാനപ്പെട്ട തീയതികളുണ്ട്. ഇത് നമ്മൾ ഓർത്തു വെക്കണം. ആദ്യം ഞാൻ തീയതികളെല്ലാം പറയാം, പിന്നെ അതെങ്ങനെ ഓർത്തു വെക്കാമെന്നും പറയാം. ലോക്സഭ ഈ ബില്ല് അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19. ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. ഇതാണ് 4 പ്രധാനപ്പെട്ട തീയതികൾ. ഇതിനകത്തെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നത് 2023 സെപ്റ്റംബർ എന്നുള്ളത് എല്ലാ ഭാഗത്തും കോമൺ ആയിട്ട് കാണുന്ന വർഷവും മാസവുമാണ്. പിന്നെ മാറ്റം വരുന്നത് ഡേറ്റ്, തീയതിക്ക് മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ചെറിയ കോളം ഉണ്ടാക്കി ഇത് പഠിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ വനിതാ ബിൽ 2023 അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് ഒരു ഹെഡിങ് കൊടുത്തിട്ട് ലോക്സഭ അവതരണം. ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ. അതുപോലെ തന്നെ ലോക്സഭ പാസാക്കിയതും 2023 സെപ്റ്റംബർ.
രാജ്യസഭ പാസാക്കലും 2023 സെപ്റ്റംബർ, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതും 2023 സെപ്റ്റംബർ. ഇനി നമുക്ക് ഡേറ്റ് നോക്കാം. 19, 20, 21, 28. എങ്ങനെയാണ്? 19, 20, 21, 28. അതായത് ലോക്സഭ 19, അവതരണം, ലോക്സഭ പാസാക്കൽ 20, രാജ്യസഭ പാസാക്കൽ 21, രാഷ്ട്രപതി ഒപ്പുവെക്കൽ 28. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഒരു കോളം ഉണ്ടാക്കുക. എന്നിട്ട് 2023 സെപ്റ്റംബർ എന്നുള്ളത് നമ്മൾ ബൈഹേർട്ട് ചെയ്ത് വെക്കുക. തീയതി മാത്രം നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി മാറ്റി ഓർത്തിരിക്കുക. ലോക്സഭ അവതരണം 19, ലോക്സഭ പാസാക്കൽ 20, രാജ്യസഭ പാസാക്കൽ 21, രാഷ്ട്രപതി ഒപ്പുവെക്കൽ 28. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.